1500 രൂപ വരെയുള്ള 16 ഐറ്റം സാധനങ്ങൾ ഉൾപ്പെട്ട ഒരു കിറ്റാണ് കൊടുക്കുന്നത്, അല്ലാതെ ഏതെങ്കിലും ഒരു കിറ്റല്ല. ഹായ്, എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. എൻ്റെ വാർത്തകൾ ലൈവ് മീഡിയയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ വെഞ്ഞാറമൂടാണ്. നമ്മളിവിടെ ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മുടെ പ്രിയപ്പെട്ട താജിക്കയുണ്ട്, അതേപോലെ സൂരജുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വന്ന പരിപാടി എന്താണ്? ഇന്ന് കേരള പ്രൊഫഷണൽ പ്രോഗ്രാം ഏജൻസി ഫെഡറേഷൻ്റെ തിരുവനന്തപുരം ജില്ലയിലെ അംഗങ്ങളുടെ കുടുംബ സംഗമവും ഓണ ആഘോഷ പരിപാടികളും അവർക്കുള്ള ഓണ കിറ്റ് വിതരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ പ്രോഗ്രാം ഇന്നിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം പ്രിയപ്പെട്ട എല്ലാവർക്കും, എൻ്റെ വാർത്തകൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ല ഒരു ഹാപ്പി ഓണം നേരുകയാണ്. ബിപിൻ കാരറ്റ് ഇന്ന് മൊത്തം 3 പ്രോഗ്രാമാണ്. മൂന്നാമത്തെ പ്രോഗ്രാം ബിപിൻ കാരറ്റിനൊപ്പമാണ്, കിളിമാനൂരാണ്, വ്യാപാരി വ്യവസായി അല്ലേ ഓടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മടവിൽ സോൺ സംഘടിപ്പിക്കുന്ന അതിഗംഭീര ഓണക്കിറ്റ് വിതരണവും കുടുംബസംഘവും എല്ലാം കൂടെ വൈകിട്ട് കിളിമാനൂരുണ്ട്. ഉച്ചയ്ക്ക് ഗാന്ധി ഭവനിലുണ്ട് പ്രോഗ്രാം. ഇന്ന് 3 പ്രോഗ്രാമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മുടെ ഈ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും കാണണം, ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. പാരിലാലംബഹീനരായോരെ സേവിപ്പാൻ ശക്തി നൽകണം. സത്യധർമ്മദേ സദ്ഗുണങ്ങളാൽ ജീവിതം ധന്യമാക്കണം. കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ഇത്തവണയും PPAF ഓണക്കിറ്റ് വിതരണവുമായി വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഈ ഓണക്കിറ്റ് വിതരണം തുടങ്ങിയത് കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ്. കോവിഡ് കാലഘട്ടത്തിലാണ്. അന്ന് ഞങ്ങൾ കേക്ക് ചലഞ്ച്, ബിരിയാണി ചലഞ്ച്, നമ്മളെ സഹായിക്കുന്ന ഒത്തിരി മാന്യ വ്യക്തികൾ, അവരുടെ എല്ലാ സഹായത്താലാണ് ഞങ്ങൾ ഈ കിറ്റ് വിതരണം ആരംഭിച്ചത്. ഒരു സമയത്ത് വെഞ്ഞാറമൂട് കേന്ദ്രീകരിച്ച് കിറ്റ് കളക്ട് ചെയ്ത് കേരളം മൊത്തം ഞങ്ങൾ കിറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കലാകാരന്മാർക്കും കലാകാരികൾക്കും വീടുകളിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇന്ന് ഈ കിറ്റ് വിതരണം ചെയ്യുമ്പോൾ മുൻപത്തെ പോലെ നമുക്ക് സ്പോൺസേഴ്സ് കുറവാണ്. കാര്യം സാമ്പത്തികമായി നമ്മുടെ നാട്ടിൽ ഒത്തിരി വിഷമതകൾ നേരിടുകയാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, ഇപ്പോൾ തന്നെ മഴ, റബ്ബർ വെട്ട് പോലും നടക്കുന്നില്ല. അതിന് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ സാമ്പത്തികമായി പലർക്കും ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നല്ല മനസ്സിലുടമകളായ കുറച്ച് ആൾക്കാർ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞങ്ങൾ ഈ കിറ്റ് വിതരണം ഇവിടെ ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ഞങ്ങളുടെ അംഗങ്ങൾക്ക് മാത്രമാണ്, പിന്നെ കലാകാരന്മാരെ പ്രതിനിധീകരിച്ച് ഒരു ആളിന് കൂടി നമ്മൾ ഇവിടെ വെച്ച് കൊടുക്കും. ബാക്കിയുള്ള കിറ്റുകളെല്ലാം ഇന്നും നാളെയുമായിട്ട് അതാത് സ്ഥലത്ത് എത്തിക്കുകയാണ് പതിവ്. കാരണം ഒരു കിറ്റ് വാങ്ങാനായിട്ട് അവർക്ക് ഇനി വന്ന് അത് ഈ വെയിറ്റ് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് കരുതി ഞങ്ങൾ അവിടെ എത്തിക്കും. അതിന് നമ്മൾ ഒരു പരസ്യവും ഒരു ഫോട്ടോ പോലും എടുക്കില്ല. കാര്യം അവർക്ക് ഒരു കിറ്റ് കൊടുത്തിട്ട് അതൊരു പരസ്യം ചെയ്യില്ല. ഞങ്ങൾ ഇന്ന് ഈ ഞങ്ങളുടെ അംഗങ്ങൾക്കും അവരുടെ ഈ ഓണാഘോഷവും മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ പ്രദർശിപ്പിക്കുന്നത്. അല്ലാതെ ഞങ്ങൾ ഈ കിറ്റ് വിതരണം ചെയ്യുന്ന ആരെയും, അത് വളരെ കാലമായി അങ്ങനെയല്ല, എല്ലാവർക്കും അറിയാം. ഒത്തിരി കിറ്റുകൾ ഒരുപാട് പേർക്ക് ഞങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഒരു കിറ്റ് എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾ കൊടുക്കുന്നത് 1500 രൂപ വരെയുള്ള 16 ഐറ്റം സാധനങ്ങൾ ഉൾപ്പെട്ട ഒരു കിറ്റാണ് കൊടുക്കുന്നത്, അല്ലാതെ ഏതെങ്കിലും ഒരു കിറ്റല്ല. അതും വിപണിയിലെല്ലാം വില ചോദിച്ച് കുറഞ്ഞ സാധനമല്ല കൊടുക്കുന്നത്, ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം PPAF ഈ ബുക്കിംഗ് ഏജൻസി എന്ന നിലയിൽ, കലാകാരന്മാരുടെ പ്രസ്ഥാനം എന്ന നിലയിലും ശക്തമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായി മാറിക്കഴിഞ്ഞു. നമ്മുടെ പ്രദീപ് വൈശാലിയുടെയൊക്കെ ഈ പാചക കസരത്തിൽ ആരാണ് വീണു പോകാത്തത്? നമ്മളെല്ലാം ചിലപ്പോൾ സ്പോൺസർമാരായി പോകും. ആ നിലയിൽ മികവുറ്റ ഒരു സംഘാടന ശേഷി ഇതിൻ്റെ ഭാരവാഹികൾക്കും ഒക്കെ ഉണ്ട്.